morning to one and all, and warm welcome to our 29th online class. Today we will start our third chapter, that is third functions of management. എന്താണ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കും അതുപോലെ തന്നെ ഡയറക്ഷനിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 4 എലമെൻറ്റ്സ് ആണ് ഡയറക്ഷനിലുള്ളത്. അതിലുള്ള ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള സൂപ്പർവിഷനുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത് ആ ചെറിയൊരു ഫസ്റ്റ് ടോപ്പിക്കാണ്, അതായത് ഡയറക്ഷൻ എന്ന് പറയുന്നത് മാത്രമാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നതാണ് സൂപ്പർവിഷനും കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് ഡയറക്ഷൻ എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള സൂപ്പർവിഷനിലും നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അത്രയും പോർഷനെ അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് ചാപ്റ്റർ, അതായത് എൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള തേർഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഡയറക്ഷൻ എന്ന് വെച്ചാൽ? ദറ്റ് ഈസ് മൂവിങ് ടു ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് പറ്റുന്നത്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് പ്രിപ്പറേറ്ററി ഫംഗ്ഷനെയും അതുപോലെ തന്നെ കൺട്രോളിങ് ഫംഗ്ഷനെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കിനെ നമുക്ക് എന്തായിട്ട് പറയാം, ഡയറക്ഷൻ എന്ന് പറയാം. അപ്പോൾ പ്രിപ്പറേറ്ററി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ഫങ്ഷൻസാണ് ഈ പ്രിപ്പറേറ്ററി ഫങ്ഷൻസ് ആയിട്ടുള്ളത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഈ ഫങ്ഷൻസിനെയൊക്കെ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്, പ്രിപ്പറേറ്ററി ഫങ്ഷൻസ് എന്ന് പറയാവുന്നതാണ്. എന്നാൽ കൺട്രോളിങ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സൂപ്പർവിഷൻ, ലീഡിങ്, കമ്മ്യൂണിക്കേഷൻ, ഈ പ്രൊസീജിയറിനെയാണ് കൺട്രോളിങ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? ഈ പ്രിപ്പറേറ്ററി ഫംഗ്ഷനെയും അതുപോലെ തന്നെ കൺട്രോളിങ് ഫംഗ്ഷനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫംഗ്ഷനെ ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഇറ്റ് ഈസ് എ മൂവിങ് ടു ആക്ഷൻ എന്ന് പറയുന്നതാണ്. മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ തന്നെയാണ് ഡയറക്റ്റിംഗ്. ഇവിടെ വരുന്നത് പ്രവർത്തനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഓരോ എംപ്ലോയീസിനെയും പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് ഇവിടെ നമുക്ക് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റിസോഴ്സസ് എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് ഉയർത്തുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസിന് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം, അതിലേക്ക് നയിക്കുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നയിക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്റ്റിംഗ് ദ എംപ്ലോയീസ്, guiding the employees and inspiring the employees to achieve the predetermined objectives of an organization. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് പ്രീഡിറ്റർമിൻഡ് ആണ്. അത് അച്ചീവ് ചെയ്യാനായിട്ട് ഓരോ എംപ്ലോയീസിനെയും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും ഗൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇഷ്യൂയിങ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗിവിങ് ദ ഗൈഡ് ലൈൻസ് ആൻഡ് ഓവർസീയിങ് ദ ആക്ടിവിറ്റീസ്. എത്രത്തോളം ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് കൊടുക്കുമ്പോഴും എന്താണ് സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് നോക്കുന്നത്, ഓവർസീയിങ് ദ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഓരോ എംപ്ലോയീസും എത്രത്തോളം അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആ പെർഫോമൻസ് എന്ന് പറയുന്നതിൻ്റെ ഫീഡ്ബാക്ക് നോക്കുക, കണ്ടെത്തുക, റെക്കഗ്നൈസ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഒരു പ്രൊസീജിയറാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യണം, മാനേജേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതിനെ കൂടുതലായിട്ട് കോപ്പറേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ, അതിനപ്പുറം
ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയറിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാവുന്നതാണ്. മാനേജ്മെൻറ്റിനെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് എന്തായിട്ട് പറയാം? ഡയറക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഡയറക്ഷൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻസ്ട്രക്ഷൻസ്, ഗൈഡൻസ് ആൻഡ് ദ ഓവർസീയിങ് ദ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് വേണ്ടത് സൂപ്പർവിഷൻ വേണം, മോട്ടിവേഷൻ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, കൺട്രോളിങ് വേണം, കോർഡിനേഷൻ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നതിൻ്റെ 4 എലമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ സൂപ്പർവിഷനും ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ ഈ പറയുന്ന എലമെൻറ്റ്സ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറയാനുള്ള കാരണം. ഇനി നമുക്ക് ഏകദേശം മീനിങ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മൂവിങ് ഇൻ ടു ആക്ഷൻ. ആരെയാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്? മാനേജ്മെൻറ്റിനെ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള പ്രവർത്തനത്തിലേക്കുള്ള നീക്കത്തിനെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻസ് ആണ്. നമ്മൾ ആസ് യൂഷ്വൽ ആ ഒരു പ്രൊസീജിയറിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് അല്ലേ? മീനിങ് പഠിക്കുക, ഡെഫിനിഷൻ പഠിക്കുക, ഫീച്ചേഴ്സ് നോക്കുക, അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് നോക്കുക. അങ്ങനെയാണ് ഓരോ ടോപ്പിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലും നമുക്ക് ഡെഫിനിഷൻ നോക്കാം. 3 പേരാണ് ഇവിടെ ഡെഫിനിഷൻ നമുക്ക് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ച് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൈമൻ്റെ ഡെഫിനിഷൻ നോക്കാം. Directing consists of the process and techniques utilized in issuing instructions and making certain that operations are carried on as originally planned. ഹൈമൻ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊസീജിയറാണ്, ഏതൊക്കെ ടെക്നിക്സാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിലും ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതിലും ഉപയോഗിക്കേണ്ടത്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനത്തിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് ആര് പറയുന്നത്? ഹൈമൻ പറയുന്നത്. അപ്പോൾ ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കാം, ഒരു ടെക്നിക്സ് ഉണ്ടായിരിക്കാം. എന്തിനുള്ള പ്രൊസീജിയറും ടെക്നിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്? ടു ഇഷ്യൂയിങ് ദ ഗൈഡ് ലൈൻസ് ഓർ ദ ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ്. അതിനോടൊപ്പം തന്നെ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള പ്ലാനിങ് എന്ന് പറയുന്നതിൽ എടുത്തിട്ടുള്ള തീരുമാനത്തിനെ പ്രാവർത്തികമാക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഡെഫിനിഷൻ കൂൺസ് ആൻഡ് ഓഡോണൽ ആണ്. കൂൺസ് ആൻഡ് ഓഡോണലിൻ്റെ കുറേ ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് കൂൺസ് നമുക്ക് തന്നിട്ടുള്ളത്. സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്നതിൽ തന്നിട്ടുള്ള ഡെഫിനിഷൻസ് എല്ലാം വെരി സിമ്പിളാണ്. ഇവിടെ പറയുന്നത് ഡയറക്റ്റിംഗ് ഈസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഡിസൈൻഡ് ടു എൻകറേജ് സബോർഡിനേറ്റ്സ് ടു വർക്ക് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. കൂൺസിൻ്റെ അഭിപ്രായത്തിൽ ഓരോ സബോർഡിനേറ്റ്സിനെയും, അതായത് ഓരോ എംപ്ലോയീസിനെയും ഈ എഫിഷ്യൻ്റ് ആക്കുന്നതിന് വേണ്ടി, അതായത് ആ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം എംപവർമെൻറ്റ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് ഉയർത്തുന്ന ഒരു ഫങ്ഷനെയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ കോംപ്ലക്സിറ്റീസ് ഓഫ് ഫങ്ഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഓരോ പ്രവർത്തനത്തിലും എംപവർമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രിയിലേക്ക് ഉയർത്തുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഡയറക്റ്റിംഗ് എന്നാണ് ആര് പറയുന്നത്? കൂൺസ് ആൻഡ് ഓഡോണൽ പറയുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ ഏണസ്റ്റ് ഡെയിലിൻ്റെ ആണ്. Directing is telling people what to do and seeing that they do it in the best of their ability. ഏണസ്റ്റ് ഡെയിൽ പറയുന്നത് വേറൊരു എക്സ്പ്ലനേഷനാണ്. അതിലെന്താണ് പറയുന്നത്? എന്താണ് ചെയ്യേണ്ടത് എന്ന് എംപ്ലോയീസിനെ പറയുന്നൊരു പ്രൊസീജിയറാണ് ഡയറക്ഷൻ. അതോടൊപ്പം തന്നെ അവർ ഈ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണോ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നോക്കിക്കാണുക. അതായത് ഐഡൻറ്റിഫൈ ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക, അവർ പറഞ്ഞത് തന്നെയാണോ ചെയ്ത. അതിനൊരു ടേം നമ്മൾ നേരത്തെ പറഞ്ഞത് ഓവർസീയിങ്. ഓവർസീയിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടി മാനേജ്മെൻറ്റിലുണ്ട് എന്നാണ് ഏണസ്റ്റ് ഡെയിൽ പറയുന്നത്. അപ്പോൾ ഏണസ്റ്റ് ഡെയിലിൻ്റെ എക്സ്പ്ലനേഷനിൽ ഇവിടെ നമുക്ക് എന്തായിട്ട് പറയാം?
ഏണസ്റ്റ് ഡെയിൽ പറയുന്നത് ഓരോ സബോർഡിനേറ്റ്സിനും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനം എത്രത്തോളം ശരിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഓവർസീയിങ്ങിനെയും കൂടിയിട്ടാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനിൽ ഏണസ്റ്റ് ഡെയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 ഡെഫിനിഷൻ പഠിച്ചു. ആ 3 ഡെഫിനിഷനിലും നേരത്തെ പറഞ്ഞ മീനിങ്ങിൻ്റെ ആ ഒരു വഴിയിലൂടെ തന്നെയാണ് പോയിട്ടുള്ളത്. സമ്മറി ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ ഇൻസ്ട്രക്ഷൻ ഗൈഡ് ലൈൻസിന് കൊടുത്തതിന് ശേഷം അതിനൊരു ഓവർസീയിങ്, ആ പെർഫോമൻസ് എന്ന് പറയുന്നത് അവർക്കത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ഓവർസീയിങ് അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടിയാണ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് എൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ദ പ്രീഡിറ്റർമിൻഡ് ഗോൾസ്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രീഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തുള്ള പ്ലാനിങ് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ വരുന്ന ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും അതോടൊപ്പം തന്നെ അതിൻ്റെ പെർഫോമൻസിൻ്റെ മോണിറ്ററിങ്, ഇവാലുവേഷൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷനും കൂടി ചേരുമ്പോഴാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പറേറ്ററി ഫങ്ഷൻസും അതുപോലെ തന്നെ കൺട്രോളിങ് ഫങ്ഷൻസിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഫങ്ഷനാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ വാട്ട് ആർ ദ നേച്ചർ ഓർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഡയറക്ഷൻ. ഡയറക്ഷനിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സായിട്ട് വരുന്നത്, അതിൻ്റെ നേച്ചർ എങ്ങനെയൊക്കെയുള്ളതാണ് നമുക്കറിയാം. ഇപ്പോൾ ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ എന്തൊക്കെയാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഫങ്ഷൻസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഡൈനാമിക് ആയിരിക്കണം. ഫങ്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഡൈനാമിക് ആയിരിക്കണം. അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ബിഗിൻസ് ഓർ ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. നമ്മൾ മൂവിങ് ടു ആക്ഷൻ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ ഡയറക്ഷൻ. നമ്മൾ ആക്ഷനിലേക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, പ്രവർത്തനം ഗെറ്റ് റെഡി ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാമപ്പ് ചെയ്യണം, വേണ്ടേ? നമ്മളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിംസിന് പങ്കെടുക്കുമ്പോൾ അതിന് നമ്മൾ റെഡി ആവണം, മാനസികമായിട്ടും ശാരീരികമായിട്ടും റെഡി ആവണം. അതിനുള്ള ഒരു ഇനീഷ്യേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഫീച്ചർ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ഇറ്റ് ബിഗിൻസ് ഓർ ഇനീഷ്യേറ്റ്സ് ദ ആക്ഷൻ. തേർഡ് വൺ, ഇറ്റ് ലിങ്ക്സ് വേരിയസ് മാനേജറിയൽ ഫങ്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീഡിറ്റർമിൻഡ് ഫങ്ഷൻസും അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ഫങ്ഷൻസും കൺട്രോളിങ് ഫങ്ഷൻസിനും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ഫങ്ഷനാണ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ മാനേജറിയൽ ഫങ്ഷൻസിനെ നമ്മളിവിടെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ കൊണ്ട് റിലേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്, അത് തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിപ്പറേറ്ററി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്: പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് ദ സ്റ്റാഫിങ്. ഇത് 3 പ്രിപ്പറേറ്ററി ഫങ്ഷൻസ്. അതോടൊപ്പം കൺട്രോളിങ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കാറ്റഗറി. അപ്പോൾ ഈ ഫങ്ഷൻസിനെ നമ്മൾ റിലേറ്റഡ് ആക്കുന്നത് എല്ലാ മാനേജറിയൽ ഫങ്ഷൻസ്, നമ്മൾ 8 മാനേജറിയൽ ഫങ്ഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. അതിൽ എല്ലാ ഫങ്ഷൻസിനെയും കണക്ട് ചെയ്യുന്ന ഒരു സെൻട്രൽ ഹാർട്ട് പൊസിഷൻ ഏത് ഫങ്ഷനാണുള്ളത്? നമ്മളുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷനാണുള്ളത്. തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഫങ്ഷനാണ്, ഒരു യൂണിഫോമിറ്റി. നമുക്കറിയാം സെൻട്രൽ എന്ന് പറയുന്ന പൊസിഷനിൽ നിൽക്കുമ്പോൾ ഈക്വൽ അകലങ്ങളാണ് മറ്റുള്ള ഫങ്ഷൻസിന് ഉണ്ടാവുക. അപ്പോൾ ഒരു യൂണിഫോമലായിട്ടുള്ളൊരു ഫങ്ഷനാണ് നമ്മളുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫങ്ഷന് വേണ്ടത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ ഫാക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്. ഇവിടെ പ്രവർത്തന മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് തന്നെ കോംപ്ലക്സിറ്റിയാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് മോണിറ്ററിങ് എന്ന് പറയുന്നത് ഏതിന് വേണം? ഹ്യൂമൻ ഫാക്ടേഴ്സിന് വേണം. ഇവിടെ മൂവിങ് ടു ആക്ഷൻ എന്ന് പറയുന്നതിൽ കൂടുതൽ പ്രാധാന്യം എന്തിനാണുള്ളത്? ഹ്യൂമൻ റിസോഴ്സസിനാണ് ഉള്ളത്.
നെക്സ്റ്റ് നേച്ചർ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ എൻഡ് പ്രോസസ്സാണ്. എവിടെ നിന്ന് തുടങ്ങുന്നു അത് തന്നെയാണ് അതിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയാവുന്നതാണ്. ലാസ്റ്റ് നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർഫോംഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രവർത്തനം എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിലും എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വേറൊരു ഫീച്ചർ അല്ലെങ്കിൽ നേച്ചറായിട്ട് നമുക്ക് പറയാവുന്നത്. അതായത് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലും ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെയും പെർഫോമൻസ് എന്ന് പറയുന്നത് ഡയറക്ഷൻ്റെ ഒരു റിഫ്ലക്ഷനാണ് എന്നുള്ളതാണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർഫോമൻസ് ലെവലിൽ ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്? ഡൈനാമിക് ആയിരിക്കും, ആൻഡ് ഇറ്റ് ബിഗിൻസ് ആൻഡ് ഇനിഷ്യേറ്റ്സ് ദ ആക്ഷൻ and give a link between all managerial functions, and it is a universal function. It is more concerned with the human resources or human factors, and it is a continuous process, and it performed in all levels of management. ഇത്രയാണ് nature or characteristics of direction എന്ന് പറയുന്നത്. Next topic we want to discuss, that is the importance or the merits of directing. ഇപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഒരു മാനേജ്മെൻറ്റിൻ്റെ ടോട്ടൽ ഫങ്ഷൻസിനെ നിലനിർത്തുന്നത് തന്നെ നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു ഹൈ ലെവലാണ്. സെൻട്രൽ ഹാർട്ട് എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം തന്നെ നമുക്ക് വളരെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു പ്രിപ്പറേറ്ററി ഫങ്ഷൻ ഇഫക്റ്റീവാക്കിയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഒരു ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനെ പ്രവർത്തന യോഗ്യമാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ നല്ല പ്ലാനുകളൊക്കെ ഉണ്ടാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ ആ പ്ലാനിങ് കൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? അപ്പം നമ്മൾ പ്ലാൻ ചെയ്തതും ഓർഗനൈസ് ചെയ്തതും സ്റ്റാഫ് ചെയ്തതും അത് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ എംപ്ലോയീസിനെയും മോട്ടിവേറ്റ് ചെയ്യുകയും ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ കൊണ്ട് അല്ലെങ്കിൽ ഫങ്ഷൻ കൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. ഡയറക്ഷൻ മീൻസ് മൂവിങ് ടു ദ ആക്ഷൻ ബൈ ദ മാനേജ്മെൻറ്റ്. അതിൽ നിന്നും തന്നെ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഇവിടെ പ്രൊഡക്ഷൻ, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഇനീഷ്യേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പ്രവർത്തനം നമുക്ക് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആണെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആക്ഷനെ ഇനീഷ്യേറ്റീവ് ലെവലിലേക്ക്, മോട്ടിവേഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അതായത് പ്രിപ്പറേറ്റിംഗ് ഫങ്ഷൻസിലുള്ള പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഓർഗനൈസിങ് എന്ന് പറയുന്ന ആ വർക്കിനെ നമ്മൾ ഇനീഷ്യേറ്റീവ് ചെയ്തുകൊണ്ട് ഓരോ ഹ്യൂമൻ റിസോഴ്സസിനെ ആ ഒരു ഡിഗ്രി എന്ന് പറയുന്ന പെർഫോമൻസിലേക്ക് ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ഫങ്ഷനാണ് ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാനേജേഴ്സിന് അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നതിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ കൊണ്ട് എന്താണ് ബെനിഫിറ്റ്? ഇറ്റ് ഇനീഷ്യേറ്റ്സ് ദ ആക്ഷൻ ആൻഡ് ആസ് വെൽ ആസ് ദ ഹ്യൂമൻ ബീയിങ്സ് ഹു ആർ ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ്, ദാറ്റ് ഈസ് ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് എംപ്ലോയീസ് എഫേർട്സ്. ഈ ഇനീഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എംപവർമെൻറ്റ് ഓഫ് ദ എംപ്ലോയീസിൻ്റെ ഓരോ ആക്ടിവിറ്റീസിലും അവരുടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം, നോളേജ് ആയിരിക്കാം, ലേണിംഗ് ആയിരിക്കാം, സ്കില്ലായിരിക്കാം, ടാലൻ്റ് ആയിരിക്കാം, അതിനെല്ലാം നമ്മൾ എന്താണ് ചെയ്യുന്നത്? മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്.
അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എംപവർമെൻറ്റ് ഓഫ് ദ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഓരോ ലെവലിലും നമ്മൾ ചെയ്യാണ്. അതായത് എഫേർട്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും എഫേർട്ട്, ഒരു ഗ്രൂപ്പിൻ്റെ എഫേർട്ട്, അത് നമ്മൾ ഒരു കോമൺ ഫങ്ഷനിലേക്ക് എത്തിക്കാനായിട്ടാണ് നോക്കുന്നത്. ഈ കോമൺ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് ഓഫ് ഈച്ച് ഓർഗനൈസേഷൻ. അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും എഫേർട്ടിനെ നമ്മൾ എംപവർമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രിയിലേക്ക് ഉയർത്താനുള്ളൊരു പ്രവർത്തനമാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് ബെനിഫിറ്റ് ആക്കുന്നത്. അതായത് സൂപ്പർവിഷൻ ഉണ്ട്, ഗൈഡൻസ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. ഇത്രയൊക്കെ കൊടുത്തുകൊണ്ട് ഓരോ എംപ്ലോയീസിൻ്റെയും എഫേർട്ട് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്കൊരു ബെനിഫിറ്റായിട്ട് പറയാവുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ്, ദാറ്റ് ഈസ് മീൻസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു മാർഗമായിട്ട് നമുക്ക് നമ്മുടെ ഗൈഡ് ലൈൻസിനെ അല്ലെങ്കിൽ ഡയറക്ഷനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെറിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഡയറക്ഷൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ്, ഗൈഡ് ലൈൻസ് കൊണ്ട് ഓരോ ഇൻഡിവിജ്വൽസിനെയും ആക്ച്വലി മോട്ടിവേറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ ഒരു എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്ന ഒരു കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിഗ്രിയിലേക്കാണ് ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ എബിലിറ്റീസ്, ടാലൻറ്റ്, സ്കില്ല്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നോളേജ് ബേസിസിലും അതുപോലെ തന്നെ പ്രാക്ടിക്കബിലിറ്റിയുടെ ബേസിസിലും ഉയർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റായിട്ട് പറയുന്നത്. ഓരോ എംപ്ലോയീസും ടാലൻറ്റഡ് ആവുമ്പോൾ ആ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നതിൽ തന്നെയാണ് ഉയർച്ച വരുന്നത്. അപ്പോൾ ഓരോ എംപ്ലോയീസിനെയും ഉയർത്തുന്നതോടൊപ്പം തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആർക്കും കൂടി വരുന്നതാണ്, നമ്മുടെ ഓർഗനൈസേഷനും കൂടിയും സാധിക്കും എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാവുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ്, ഇറ്റ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. മാനേജറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ആ 8 മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നതിന് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷന് കൊണ്ടുള്ള ഒരു നെക്സ്റ്റ് ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാവുന്നത്. അതായത് അവർ തമ്മിൽ ഒരു കൺട്രോളിങ്, അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ്, ഇഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ്, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ആ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഓരോ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലും കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഓരോ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിലും ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും അവിടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബാലൻസിങ് എന്ന് പറയുന്നത്, മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നടത്താനായിട്ട് സാധിക്കും. അത് വേറൊരു കാറ്റഗറിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും അല്ലെങ്കിൽ സുപ്പീരിയേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു കമ്മ്യൂണിക്കേഷനും കൂടിയും ഇവിടെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റും തമ്മിൽ ഒരു ബാലൻസിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൂടിയും ഓർഗനൈസിങ് എന്ന് പറയുന്ന ഫംഗ്ഷനേക്കാൾ കൂടുതലായിട്ട് ഡയറക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ദ എനർജി ആൻഡ് എബിലിറ്റീസ് ഓഫ് എംപ്ലോയീസ് ആർ യൂട്ടിലൈസ്ഡ് ടു ഫുൾഫിൽ ദ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്സ് ഓൾസോ. ഓരോ എംപ്ലോയീസിൻ്റെയും എഫേർട്ട് എന്ന് പറയുന്നതും അല്ലെങ്കിൽ എനർജി, എബിലിറ്റീസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രിയിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവും കൂടിയും നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള ഒരു സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ ഒരു ബെനിഫിറ്റായിട്ട് പറയാവുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ചേഞ്ചസ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത്
ഡയറക്റ്റിങ്ങിലാണ് ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും കമ്മ്യൂണിക്കേഷനും എന്ന് പറയുന്നതൊക്കെ ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫങ്ഷൻ. അതായത് സബോർഡിനേറ്റ്സും സുപ്പീരിയേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഹാർമണി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് ഫങ്ഷനിലൂടെയാണ്? നമ്മുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷനോട് കൂടിയിട്ടാണ്. അപ്പോൾ ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പ്രത്യേകിച്ചൊരു ഫോഴ്സിങ് ഒന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് നടപ്പിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ എംപ്ലോയീസ് റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ സം ഓഫ് ദി കേസസ്, ബട്ട് ദ ഗുഡ് ഓർ ഇഫക്റ്റീവ് ഗൈഡ് ലൈൻസ് or giving the instructions, they can easily adopt or accept the changes by the superiors and the subordinates. So they prefer to go on performing their routine work and remain indifferent to new ideas and techniques. യൂഷ്വലായിട്ട് എംപ്ലോയീസിന് പെട്ടെന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിനെ പക്ഷേ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാനേജേഴ്സിന് ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഫങ്ഷൻ വരുമ്പോൾ അവിടെ നമുക്ക് മാറ്റങ്ങൾ എന്ന് പറയുന്നത് പോളിസീസ് ആയിക്കോട്ടെ ടെക്നിക്സ് ആയിക്കോട്ടെ അത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ബെനിഫിറ്റായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് ഡയറക്ഷൻ എന്ന് പറയുന്നതിലൂടെ ലീഡർഷിപ്പ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫോർമുലേഷൻ ആയിക്കോട്ടെ അത് ഈസി ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഹ്യൂമൻ ബീയിങ്സിനെ അതിലേക്ക് ഒരു സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ആൻഡ് ഇൻഫോർമേഷൻ ഷെയറിംഗ് എനേബിൾ മാനേജ്മെൻറ്റ് ടു ഇൻകോർപ്പറേറ്റ് ദ ചേഞ്ചസ് വിച്ച് ആർ ടു ബി മെയ്ഡ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ സ്മൂത്ത്ലി. ലീഡർഷിപ്പ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഫോർമുലേഷൻ എന്ന് പറയുന്നതും മാനേജേഴ്സിന് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിന് സബോർഡിനേറ്റ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഇൻകോർപ്പറേറ്റിംഗ് ദ ചേഞ്ചസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ട്രെയിനിങ് എന്ന് പറയുന്നത് കൊടുത്തുകൊണ്ട് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് തന്നെ അത് ഒരു ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാവുന്നത്. ലാസ്റ്റ് ഇമ്പോർട്ടൻസ് ഇറ്റ് ഡീൽസ് വിത്ത് എ ഹ്യൂമൻ ഫാക്ടർ. നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്നതിൽ തന്നെ മെയിൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഏതാണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അതായത് പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് ഓരോ സുപ്പീരിയേഴ്സും ഡീൽ ചെയ്യുന്നത് ആരുമായിട്ടാണ്? നോൺ ഹ്യൂമൻ ഫാക്ടേഴ്സും ആയിട്ടല്ല, ഹ്യൂമൻ ഫാക്ടേഴ്സ് ആയിട്ടാണ്. അപ്പോൾ ഹ്യൂമൻ ഫാക്ടേഴ്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോംപ്ലക്സിറ്റി ഉള്ളതാണ്. അവരെ നമുക്ക് കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഇഫക്റ്റീവായിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് അതായത് ഇൻസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ ഗൈഡ് ലൈൻസ് ആയിക്കോട്ടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിലൂടെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഹ്യൂമൻ ഫാക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്നത് ഇഫക്റ്റീവായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിനെ ഉയർത്താനായിട്ട് ഒരു സെൻസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ പോയിക്കൊണ്ട് ഓരോ എംപ്ലോയീസിൻ്റെയും എഫേർട്ട് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാവുന്നത്. ഇപ്പോൾ ഒരു 6 ബെനിഫിറ്റും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ പൊസിഷൻ മാനേജ്മെൻറ്റ് ഫംഗ്ഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഒരു പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 6 എണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളതിലൊരു 4 or 5 ഡീറ്റെയിൽ ആയിട്ട് ഹെഡിങ്ങും അതുപോലെ തന്നെ ഒരു എക്സ്പ്ലനേഷനും പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. ഇതിൽ ഒന്നും നമുക്ക് ഒഴിവാക്കാനില്ല. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ.
നമ്മൾ യൂഷ്വലായിട്ട് ഓരോ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും പഠിക്കുമ്പോൾ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും കൂടി നമ്മൾ പഠിക്കാറുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷനിൽ സെർട്ടൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ സെൻട്രൽ പോർഷനിലാണ് നമ്മളുടെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഫങ്ഷൻസുമായിട്ട് എങ്ങനെയിരിക്കണം, അവിടെ ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡയറക്ഷനിൽ ഫോളോ ചെയ്യണമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? ഹ്യൂമൻ ഫാക്ടേഴ്സ് ആണ്, അതായത് എംപ്ലോയീസ് ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സിനെ ഓർഗനൈസിങ് ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അവിടെ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവിനെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എഫിഷ്യൻസി ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് തന്നെയാണ് ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി ഡയറക്ഷൻ. ആ ഡയറക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയുള്ളതായിരിക്കണം? സെൻട്രൽ പൊസിഷനിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് പോലെയാണ്. നമ്മുടെ ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിക്ക് എന്താ കാര്യമുള്ളത്? ഹാർട്ടേ നിന്നുപോയി. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഡയറക്ഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഏറ്റവും ഹാർട്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നതും ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നതും വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് എഫിഷ്യൻസി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നതാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ അച്ചീവ് ചെയ്യണം? മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രോഫിറ്റിൽ, അതുപോലെ തന്നെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രി ഓഫ് ലെവലിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം, അതോടൊപ്പം തന്നെ ഓരോ എംപ്ലോയീസിൻ്റെയും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതും മാക്സിമം ലെവലിൽ തന്നെ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് എഫിഷ്യൻസി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നതാണ്. അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതിലും എന്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ? എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന ആ ഒരു പെർഫോമൻസ് ലെവലിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. കമാൻഡ് എന്ന് പറയുന്നത് പല തലങ്ങളിൽ നിന്ന്, പല ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് ഓരോ സബോർഡിനേറ്റ്സിനും കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയുള്ളതായിരിക്കണം? ഇറ്റ് മസ്റ്റ് ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരാളിൽ നിന്ന് തന്നെ ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും ഓർഡേഴ്സും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഓരോ സബോർഡിനേറ്റ്സിനും അവരുടെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന പോലെ തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. അക്കൗണ്ടബിലിറ്റി ഓഫ് ദ ഫങ്ഷൻസ് ഓർ ദ അക്കൗണ്ടബിലിറ്റി ഓഫ് ദി ജോബ് എന്ന് പറയുന്നത് ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് ലെവലിൽ നിന്നുകൊണ്ടാണ്. അവർക്ക് പല തലങ്ങളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഡയറക്ഷൻ അല്ലെങ്കിൽ ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ കൺഫ്യൂസിങ് എന്ന് പറയുന്ന ആ ഒരു നേച്ചറിലേക്ക് ആവാനും അവരുടെ ജോലിയിൽ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ദ സബോർഡിനേറ്റ്സ് ഷുഡ് ഗെറ്റ് ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് പെർഫോമൻസ് എന്ന് പറയുന്നത് മാക്സിമം അല്ലെങ്കിൽ ഒപ്റ്റിമം ലെവലിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ ടെക്നിക്സ്. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ദ പ്ലാനിങ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിലും അവിടെ ഡയറക്ഷൻ എന്ന് പറയുന്നതിലുള്ള ഇഷ്യൂയിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്
സ്പെഷ്യൽ ടെക്നിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് വേണം അവിടെ നമ്മൾ നടപ്പിലാക്കാൻ എന്നുള്ളത് നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇവിടെ ഡയറക്ഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്തു, അത് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് ഒരേ പ്രിൻസിപ്പിൾ തന്നെ അല്ലെങ്കിൽ ഒരേ വഴിക്കുള്ള ടെക്നിക്സ് തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മളുടെ ഓർഗനൈസേഷന് ഏതാണോ പ്രാക്ടിക്കലായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിനെ നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് ആ ടെക്നിക്ക് ഓഫ് ഡയറക്ഷൻ ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മളുടെ ഇപ്പോൾ മോഡേൺ വേൾഡിൽ മോഡേൺ തിങ്കിങ് എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അതിൽ നമ്മളുടെ ഓർഗനൈസേഷൻ ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നതിൽ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ടെക്നിക്ക് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ബേസിക് എലമെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് ഒരു എലമെൻ്റാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നത്? ഇറ്റ് വിൽ മേക്ക് എ ഹാർമണി ബിറ്റ്വീൻ ദ മാനേജേഴ്സ് ആൻഡ് ദ സുപ്പീരിയേഴ്സ്. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ. സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ഫോളോ ചെയ്തിരിക്കണം? പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു സുപ്പീരിയർക്ക് അല്ലെങ്കിൽ ഒരു മാനേജർക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് എഫിഷ്യൻ്റ് ആണെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഹാർമണി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഔട്ട്സൈഡ് ആയിട്ട്, അതായത് നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നു ചേരുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അന്നത് ഡിസ്കസ് ചെയ്തപ്പോൾ സ്റ്റുഡൻസ് ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോഷ്യൽ നീഡ്സിനാണ്, സോഷ്യൽ ഡിസയേഴ്സിനാണ് അന്ന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷനും കൂടിയും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ആയിരിക്കണം ഇവിടെ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് മാനേജേഴ്സ് ഷുഡ് എൻകറേജ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ ടു മേക്ക് ഡയറക്ഷൻ മോസ്റ്റ് ഇഫക്റ്റീവ്. സോ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനും കൂടി, അതായത് ഓരോ എംപ്ലോയീസിന് സോഷ്യൽ ഇമ്പോർട്ടൻസിനും കൂടിയും മൊറാലിറ്റിക്ക് കൂടി ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടുള്ള ഡയറക്ഷൻ ആയിരിക്കണം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്ഷൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രിൻസിപ്പിൾ? പ്രിൻസിപ്പിൾ ഓഫ് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പ്. ഓരോ മാനേജേഴ്സും അല്ലെങ്കിൽ ഓരോ സുപ്പീരിയേഴ്സും ഒരു മാനേജർക്കും അതുപോലെ തന്നെ ഒരു സുപ്പീരിയർക്കും വേണ്ടതായിട്ടുള്ള ക്വാളിറ്റീസ് കീപ്പ് ചെയ്തിരിക്കണം. അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിന്ന് അവർക്ക് കമ്മ്യൂണിക്കേഷനും സൂപ്പർവിഷനും അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ, റെക്കഗ്നിഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീഡ്ബാക്ക് എടുക്കണമെങ്കിൽ ആ ഓരോ എംപ്ലോയീസും എങ്ങനെയായിരിക്കണം? എക്സ്പേർട്ട് ഇൻ ദെയർ നോളേജ്, ലേണിംഗ്, സ്കിൽ, ടാലൻറ്റ്, എബിലിറ്റി, ആ ഒരു കാറ്റഗറിയിൽ അവർ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലീഡേഴ്സ് ആണെങ്കിൽ മാത്രമേ അവർക്ക് ആ എംപ്ലോയീസിനെ കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇൻസ്ട്രക്ഷൻസ്, ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ഓർഗനൈസിങ് എന്ന് പറയുന്നതിൽ, ഡയറക്ഷൻ എന്ന് പറയുന്നതിൽ ഫോളോ ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഗുഡ് ലീഡേഴ്സ് ആണെങ്കിൽ അവർക്ക് സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, അവരെ മോട്ടിവേറ്റ് ചെയ്യാനും എൻകറേജ് ചെയ്യാനും സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു എംപവർമെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവിനെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് എയിം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രഹെൻഷൻ. ഇവിടെ ഇഫക്റ്റീവ്നെസ് ഓഫ് ഡയറക്ഷൻ, ഒരു ഡയറക്ഷൻ്റെ ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും? ഡിപ്പെൻഡ്സ് ഓൺ ദ എബിലിറ്റി ഓഫ് ദ സബോർഡിനേറ്റ്സ്.
സബോർഡിനേറ്റ്സിൻ്റെ എബിലിറ്റീസ്, എന്തൊക്കെ കഴിവ് അവർക്കുണ്ട്. അതിൽ പ്രത്യേകിച്ച് വേണ്ട ഒരു കഴിവ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോംപ്രഹെൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് സുപ്പീരിയേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അതെന്താണ് ഉദ്ദേശിക്കുന്നത് കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡെപ്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. എന്തിനു വേണ്ടി, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിനൊരു മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രഹെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുപ്പീരിയർ പറഞ്ഞു, സബോർഡിനേറ്റ്സിനൊന്നും മനസ്സിലായില്ല. അപ്പോൾ സബോർഡിനേറ്റ്സിനെ മൂവിങ് ടു ആക്ഷനിലേക്ക് വരാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല. അവിടെ ഒരു കോംപ്രഹെൻഷൻ ഉണ്ടായിരിക്കണം. സബോർഡിനേറ്റ്സിന് പ്രിൻസിപ്പിൾസ് അതായത് സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് പറയുന്നത് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള ഒരു കഴിവുള്ള സബോർഡിനേറ്റ്സ് ആണെങ്കിൽ മാത്രമേ അവിടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് അത് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, അവിടെ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കേപ്പബിലിറ്റീസ് ഓഫ് ദ സബോർഡിനേറ്റ്സിൻ്റെ കഴിവ് പോലെ ഇരിക്കും. ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിന് എത്രത്തോളം മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കാനും കഴിവുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഡയറക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് കീപ്പ് ചെയ്യുന്നത്. ലാസ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോളോ അപ്പ്. നമ്മൾ ഏതൊരു പ്രവർത്തനം നോക്കിക്കോട്ടെ, ഏതൊരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അതിൽ ഫോളോ അപ്പ് എന്ന് പറയുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്, ഓപ്പൺ എൻഡ് പ്രോസസ്സാണ്. ഓപ്പൺ എവിടെയാണോ അവിടെ തന്നെയാണ് എൻഡ്, വീണ്ടും അവിടെ തന്നെയാണ് ഓപ്പൺ. അപ്പോൾ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് പ്രോസസ്സാണെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് എടുക്കണം. അതിൽ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് വേണം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും അധികമായിട്ട് യൂസ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫോളോ അപ്പ് എന്നാണ്. അതായത് റെഗുലറായിട്ട് തന്നെ വെരിഫിക്കേഷനും ഐഡൻറ്റിഫിക്കേഷനും റെക്കഗ്നിഷനും എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ നിന്നുകൊണ്ട് ഫോളോ അപ്പ് എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഹാവ് ബീൻ ക്യാരിഡ് ഔട്ട് ഓർ നോട്ട്. അത് ക്യാരി ചെയ്തിട്ടില്ലേ, വെറുതെ ഗൈഡ് ലൈൻസ് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാതെ വീണ്ടും വീണ്ടും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ് ആ കാര്യം ചെയ്യാത്ത ഒരാളോട് വീണ്ടും 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് അത് അനുസരിച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ തലയിൽ ഒരു ഇഷ്ടിക വെച്ചിട്ട് നമുക്ക് ഒരു ഇഷ്ടിക കൊണ്ട് നമുക്ക് നടക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രണ്ടാമത്തെ ഇഷ്ടിക വെക്കാനായിട്ട് പാടുള്ളൂ. 2 ഇഷ്ടിക വെച്ചിട്ട് നമുക്ക് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 3ാമത്തെ ഇഷ്ടിക വെക്കാനായിട്ട് പാടുള്ളൂ. ഒരു കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ അക്കോംപ്ലിഷ്മെൻറ്റ് ഓഫ് ദാറ്റ് ഫങ്ഷൻ, അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വെരിഫൈ ചെയ്യാതെ നെക്സ്റ്റ് അസൈൻമെൻറ്റ് ഓഫ് ജോബ് എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫോളോ അപ്പ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദേ ഷുഡ് അഡ്വൈസ്, കൗൺസിൽ ആൻഡ് അസിസ്റ്റ് ദ സബോർഡിനേറ്റ്സ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദെയർ ടാസ്ക്. ഓരോ ടാസ്കും അക്കോംപ്ലിഷ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് ഉയർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഫോളോ അപ്പ് തന്നെ വേണം. അതായത് ഓരോ സബോർഡിനേറ്റ്സിനെയും അസിസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, ഗൈഡ് ലൈൻസ്, മോണിറ്ററിങ് എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കണം ഡയറക്ഷൻ എന്ന് പറയുന്നത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 9 പ്രിൻസിപ്പിളാണ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഫോളോ ചെയ്യേണ്ടതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇത്രയും ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു തേർഡ് മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 3rd ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അതിൻ്റെ മീനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് മീനിങ് പറഞ്ഞത്? ഇറ്റ് ഈസ് ഓൺലി എ മൂവ്മെൻറ്റ് ടു ദ ആക്ഷൻ. മാനേജ്മെൻറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആക്ഷനിലേക്ക് വരുന്ന ഒരു ഫംഗ്ഷനെയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതിൽ 3 ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൈമാൻ്റെ, അതുപോലെ തന്നെ
കൂൺസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. ഏണസ്റ്റ് ഡെയിലിൻ്റെ 3 ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്ഷൻ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ. Then the last topic we already discussed, that is the principle of direction. എല്ലാവർക്കും ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇഫ് ദർ ഈസ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക് അറ്റ് ദ ടൈം ഓഫ് യുവർ ഇൻട്രാക്ഷൻ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.